നമസ്കാരം. തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ 20 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയുമുള്ള പീപ്പിൾ ടി വിയുടെ യാത്ര തുടരുകയാണ്. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. മണ്ഡലത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 25 വർഷത്തോളമായി LDF ഇവിടെ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം കോൺഗ്രസ് മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ശക്തമായ നിലപാടിൽ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം BJPയും ചർച്ചയിൽ നമുക്കൊപ്പം പങ്കുചേരുന്നു. MLA അഡ്വക്കേറ്റ് വി ജോയ്, ടി ശരത്ചന്ദ്ര പ്രസാദ്, അദ്ദേഹം മുൻ MLA കൂടിയാണ്. അതോടൊപ്പം BJPയുടെ JR പത്മകുമാറും BJPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം. ഒപ്പം ഈ മണ്ഡലത്തിലെ വോട്ടർമാരും നമുക്കൊപ്പം അതിഥികളായി എത്തിയിരിക്കുന്നു. മണ്ഡലത്തിൻ്റെ വികസനത്തെക്കുറിച്ചും മണ്ഡലത്തിൽ നടന്നിട്ടുള്ള വികസനങ്ങളെക്കുറിച്ചും അതോടൊപ്പം ദേശീയ രാഷ്ട്രീയവും പ്രാദേശിക രാഷ്ട്രീയവുമെല്ലാം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അഡ്വക്കേറ്റ് വി ജോയ്, ദേശീയ രാഷ്ട്രീയത്തിനൊപ്പം പ്രാദേശിക രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെടുന്നു നമ്മുടെ ഈ പരിപാടിയിൽ. BJP കഴിഞ്ഞ 5 വർഷമായി രാജ്യം ഭരിക്കുന്നു, വലിയ നേട്ടങ്ങൾ കൊണ്ടുവന്നു എന്നവർ അവകാശപ്പെടുന്നു. അതോടൊപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള വികസനങ്ങൾ എന്തൊക്കെയാണ്? ഒരു 4 മിനിറ്റിൽ അങ്ങേക്ക് അത് വിശദമാക്കാം. ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നാം പറയുമ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നറിയാം. സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രകടന പത്രിക തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇറക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചാൽ അത് നടപ്പിലാക്കാനുള്ളതല്ല എന്ന് പ്രഖ്യാപിച്ച ഏക പാർട്ടി ഇന്ത്യയിലെ BJP മാത്രമാണ്. ഞങ്ങൾക്ക് നടപ്പിലാക്കേണ്ട കാര്യമില്ല എന്നാണ് BJPയുടെ വക്താവ് തന്നെ സൂചിപ്പിച്ചത്. എന്തായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിലെ കോലാഹലം? ഇവിടെ BJP അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് കോൺഗ്രസ് ഗവൺമെൻറ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇവിടെ ചെറുപ്പക്കാരെ വഞ്ചിച്ചിരിക്കുകയാണ്, ജോലി കൊടുക്കുന്നില്ല. രാജ്യത്തെ കള്ളപ്പണം മുഴുവൻ സ്വിസ് ബാങ്കിലും പിന്നെ മറ്റു ബാങ്കുകളിലും കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇത് ഞങ്ങൾ കണ്ടുകിട്ടും. ഓരോ സാധാരണക്കാരൻ്റെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ നിക്ഷേപിക്കും. പാവപ്പെട്ട സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ടാണ് പെട്രോളിന് ഇത്രയും അധികം ഭീമമായിട്ടുള്ള വില വർധനവ്. ഞങ്ങൾ വന്നാലോ 50 രൂപയ്ക്ക് പെട്രോൾ നൽകും. പാചക ഗ്യാസിൻ്റെ വില വർധനവ് ഞങ്ങൾ തടയും. ഒരു 300 രൂപയ്ക്ക് പാചക ഗ്യാസ് നൽകും. അങ്ങനെ ഈ രാജ്യത്തെ സാധാരണക്കാരെ ഉടലോടെ സ്വർഗത്തെടുക്കുന്ന നിരവധിയായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇവർ നടത്തി. ആ പ്രഖ്യാപനങ്ങളിൽ ഇന്ത്യയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ വീണില്ല, ഇന്ത്യയിലെ ജനങ്ങൾ സ്വാഭാവികമായിട്ട് വീണുപോയി. അത് കോൺഗ്രസിൻ്റെ കഴിഞ്ഞകാല സമീപനങ്ങളും അതിന് അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാക്കി. അഴിമതി രഹിതമായിട്ടുള്ളൊരു ഭരണമായിരുന്നില്ല നമുക്ക് അന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ടെലികോം അഴിമതിയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് അന്ന് ഉയർന്നു വന്നിരുന്നു. ഇതെല്ലാം സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് BJPയെ വിജയിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ 5 വർഷം കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയ ഒരു കാര്യം പോലും, അല്ലെങ്കിൽ അവർ ഉന്നയിക്കപ്പെട്ട ഒരു കാര്യം പോലും നടപ്പിലാക്കാൻ സാധിക്കാതെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അവർ അഭിമുഖീകരിക്കുന്നത് എന്നുള്ള വസ്തുത നാം കാണേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 2, ഇവിടെ ശ്രീ സമ്പത്താണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് 5 വർഷക്കാലം സമ്പത്തായിരുന്നു MP. ഒരു MP എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? ജനങ്ങളുടെ കാര്യങ്ങൾക്ക് എന്തെല്ലാം പ്രത്യേകതകൾ നൽകി പ്രവർത്തിക്കണം? ഒരു പാർലമെന്റ് അംഗത്തിന് കൊടുക്കുന്ന തുക, പാർലമെന്റ് അംഗത്തിന് കിട്ടുന്ന വികസന ഫണ്ട് പൂർണ്ണമായി ഇന്ത്യൻ പാർലമെന്റിൽ ചെലവഴിച്ച ഏക MP എന്ന് പറയുന്നത് അത് സമ്പത്താണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഏറ്റവും ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികളാണ് ശ്രീ സമ്പത്ത് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പിന്നീട് വരുന്ന അവസരത്തിൽ സൂചിപ്പിക്കാവുന്നതാണ്. തീർച്ചയായും ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് അദ്ദേഹം സൂചിപ്പിച്ചു, BJPയുടെ അഴിമതിയെക്കുറിച്ച് സൂചിപ്പിച്ചു. ഒപ്പം കോൺഗ്രസിൻ്റെ മുൻകാലങ്ങളിലെ അഴിമതികളെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാട് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ? ദേശീയ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയം, ഒപ്പം ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് കടന്നു കയറാൻ കഴിയാത്ത രീതിയിലേക്ക് LDF മുന്നേറ്റം നടത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ പശ്ചാത്തലത്തെ ഇപ്പോൾ വിശദീകരിക്കാൻ കഴിയുക? നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത്
കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും കേന്ദ്രം ഭരിക്കുന്ന BJPയും ഒരുപോലെയാണ് കോൺഗ്രസിനെ ആക്രമിച്ചത്. അവർ രണ്ടു കൂട്ടരും പറഞ്ഞത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവിനെ കുറിച്ചാണ്, പാചകവാതകത്തിൻ്റെ വില വർധനവിനെ കുറിച്ചാണ്. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് തെരഞ്ഞെടുപ്പിന് 2-3 മാസം ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം ജനങ്ങളോടായി ഒരു സംരക്ഷണം നടത്തി. അദ്ദേഹം പറഞ്ഞു, ലോക വിപണിയിൽ, ലോക കമ്പോളത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില $130, $140, $145 വരെ ഒരു ബാരലിനാകുന്ന സ്ഥിതി വന്നിരിക്കുന്നു. നമുക്ക് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കാതിരിക്കാൻ കഴിയാത്ത സ്ഥിതി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ത്യക്കാരായ ജനങ്ങളോട് ഞാൻ തുറന്നു പറയാൻ വേണ്ടിയാണ് ഈ സംപ്രേഷണം നടത്തുന്നത്. ഇത്രയും ഭീകരമായ വില വർധനവ് ക്രൂഡ് ഓയിലിൽ ലോക കമ്പോളത്തിൽ ഉണ്ടായതുകൊണ്ട് ഇന്ത്യയിൽ നമുക്ക് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് വേദനയോടെയാണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പാർട്ടി ഒരിക്കലും ഇത് പറയില്ല, പക്ഷേ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ പിടിച്ചു നിർത്താൻ ഞാനിത് പറയാൻ നിർബന്ധിതമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പെട്രോളിനും ഡീസലിനും അല്പം വില വർദ്ധിപ്പിച്ചത്. ഇപ്പം എന്താ? അന്ന് പാചകവാതത്തിൻ്റെ കാര്യമടക്കം പറഞ്ഞു. ഇന്നത്തെ വർത്തമാന പത്രത്തിൽ, പ്രിന്റഡ് മീഡിയാസിലും ദൃശ്യമാധ്യമങ്ങളിലും നമ്മൾ ആ വാർത്ത കേട്ടു. പാചകവാതകത്തിൻ്റെ വില വീണ്ടും ഭീകരമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇവർ 10 പൈസ കുറച്ചിട്ട് ₹1 കൂട്ടുന്നു. എത്ര പ്രാവശ്യമാണ് BJP ഗവൺമെൻറ് ചെയ്തത്? അതുമാത്രമല്ലല്ലോ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞതടക്കം, സ്ത്രീകൾക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞതടക്കം, കാർഷിക മേഖലയെക്കുറിച്ച് പറഞ്ഞത്, വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പറഞ്ഞത്, വികസനത്തെക്കുറിച്ച് പറഞ്ഞത് ഒന്നും BJP ഗവൺമെൻറ് ചെയ്തില്ല. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഒരു സുപ്രഭാതത്തിൽ അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നത് പോലെ ഒരു രാത്രിയിൽ പെട്ടെന്ന് നോട്ട് നിരോധനം നടത്തി ഈ രാജ്യത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെ അവരുടെ ജീവിതം താറുമാറാക്കി. എത്ര ലക്ഷം തൊഴിലവസരങ്ങളാണ് ഈ നോട്ട് നിരോധനം കൊണ്ട് നമ്മുടെ രാജ്യത്ത് നമുക്ക് നഷ്ടമായത്. എല്ലാം തകർന്നു തരിപ്പണമായപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി. അതാണ് കഴിഞ്ഞ 2-3 സംസ്ഥാനങ്ങളിലേക്ക് ഹിന്ദി ഹൃദയഭൂമിയിൽ BJP അവരുടെ പതാക ഉയർത്തിയിരുന്ന സ്ഥലത്തേക്ക് കോൺഗ്രസ് അധികാരം തിരിച്ചു പിടിച്ച് കോൺഗ്രസ് തിരിച്ചു വന്നത്. അത് ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി 1000 ദിനങ്ങൾ പിന്നിട്ടു എന്ന് പറഞ്ഞുകൊണ്ട്, 1000 ദിവസത്തെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ഇവിടെ നിൽക്കുന്നത്. ഇടതു മുന്നണി വരും, എല്ലാം ശരിയാവും. ഇപ്പോൾ എല്ലാവരും ശരിയാക്കുന്നു, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞവർ. ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഒരു സാധനങ്ങൾക്കും വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞവർ, ക്രമസമാധാനം പാലിക്കും എന്ന് പറഞ്ഞവർ, തൊഴിൽ മേഖല സംരക്ഷിക്കും എന്ന് പറഞ്ഞവർ, കൊലപാതക രാഷ്ട്രീയം, പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ലോക്കപ്പ് ഭരണം ഇല്ലാതാക്കും എന്ന് പറഞ്ഞവർ, സ്ത്രീ സുരക്ഷ എന്ന കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ആഴ്ചകളിൽ സ്ത്രീ സുരക്ഷ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വോട്ട് ചോദിച്ചവർ. അതാ ഞാൻ പറഞ്ഞത്, ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ. ഈ നാണയങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ പോരാട്ടം നടത്തുന്നത്. LDF വരും, എല്ലാം ശരിയാകും. പക്ഷേ 1000 ദിവസങ്ങൾ കടന്നുപോയി, ഒന്നും ശരിയായിട്ടില്ല എന്നാണ് ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് പറയുന്നത്. മറുപടി. ബഹുമാന്യനായ ശ്രീ ശരത്ചന്ദ്ര പ്രസാദിന് അങ്ങനെ പറയാനേ സാധിക്കുകയുള്ളൂ. 1000 ദിവസം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള സമയമാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രകടന പത്രിക ജനങ്ങളുടെ മുമ്പാകെ വെച്ചു. ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യവും അക്കമിട്ട് നടപ്പിലാക്കിയിട്ടാണ് ഞങ്ങൾ 1000 ദിവസം ആഘോഷിക്കുന്നത്. ഇവിടെ ശ്രീ ശരത്ചന്ദ്ര പ്രസാദ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എന്ത് ചെയ്തു എന്നാണ് ചോദിച്ചത്. ഞാൻ ഓരോന്നോരോന്നായിട്ട് എണ്ണി പറയാം. ഇവിടെ നിങ്ങൾ ഭരിക്കുമ്പോൾ സാമൂഹ്യക്ഷേമ പെൻഷൻ 600 രൂപ. ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞു, ഞങ്ങൾ ജയിച്ചാൽ 1000 രൂപ. 1000 രൂപ എന്ന് മാത്രമല്ല, വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. ആവശ്യമുള്ളവർക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു, 1000 രൂപയാക്കി. ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ അത് 1200 രൂപയാക്കി. നിങ്ങൾ ഭരിച്ചപ്പോൾ 26 മാസത്തെ പെൻഷൻ കുടിശ്ശിക. ഈ ഗവൺമെന്റ് ഒരു മാസത്തെ പോലും പെൻഷൻ കുടിശ്ശിക അവശേഷിക്കുന്നില്ല. ഈ മാർച്ച് മാസത്തിൽ ഏപ്രിൽ മാസത്തെ അടുത്ത മാസത്തെ പെൻഷൻ കൂടി ഈ പ്രാവശ്യം സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ശരിയായില്ലേ? ഇവിടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, നിയമന നിരോധനം ഉത്തരവ് നടപ്പിലാക്കിയവരാണ് നിങ്ങൾ. ഈ 3 വർഷക്കാലത്തിനിടയിൽ കേരളത്തിലെ PSC വഴി മാത്രം 1.25 ലക്ഷം വരുന്ന ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തു എന്നുള്ളത് നാം കാണണം. മറ്റ് സ്ഥാപനങ്ങളിൽ, സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ ഏതാണ്ട് 79,000-ഓളം പേർക്ക് ജോലി കൊടുത്തു. ഈ ഗവൺമെന്റിന്റെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിവിശേഷം എല്ലാവർക്കും അറിയാവുന്നതാണ്.
എന്നിട്ടും ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, പോലീസ് രംഗത്ത് ഒക്കെ ആവശ്യമായിട്ടുള്ള തസ്തികകൾ കൂടുതൽ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തയ്യാറായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇവിടെ കൺസ്യൂമർ ഫെഡ് എന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. കോൺഗ്രസുകാർ ഭരിച്ച് മുടിച്ച് അതിനെ നാശമാക്കി കോടിക്കണക്കിന് രൂപ നഷ്ടത്തിലേക്ക് കൊണ്ടുപോയ കൺസ്യൂമർ ഫെഡ് നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിയ മുദ്രാവാക്യത്തിന്റെ ഭാഗമായി കൺസ്യൂമർ ഫെഡിനെ ഉയർത്തിക്കൊണ്ടുവന്ന് അഴിമതിരഹിത സ്ഥാപനമാക്കി ആളുകൾക്ക് ന്യായവിലയ്ക്ക് സാധനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഗവൺമെന്റ് തയ്യാറായി. ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒന്ന് കയറി നോക്കണം. കേരളത്തിലെ സ്കൂളുകൾ ഹൈടെക് ആക്കിയ കാലം, കേരളത്തിലെ സ്കൂളുകളുടെ ഇന്നത്തെ പൊതുവായ അവസ്ഥ. അപ്പോ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം, ഇവിടത്തെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ എല്ലാം ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിലും ശരിയാക്കുമെന്ന് പറഞ്ഞത് കൃത്യമായിട്ട് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയ സംഘടനകളും രാഷ്ട്രീയ കൊലപാതകങ്ങളും അത് ഈ കാലത്തൊന്നും മാത്രമല്ല, നമ്മുടെ നാട്ടിൽ പണ്ടും രാഷ്ട്രീയ കൊലപാതകങ്ങളും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇവിടെ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതുകൊണ്ടല്ല, നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ നിലമ്പൂരിലെ രാധയുടെ കാര്യം എന്നെ കൊണ്ട് പറയിക്കരുത്, നിങ്ങൾ പറയിക്കരുത്, മോശമാണ്. അഡ്വക്കേറ്റ് ജോയ്, തിരികെ പറഞ്ഞ കാര്യങ്ങൾ BJP സർക്കാർ നടപ്പിലാക്കിയില്ല, അതാണ് ഇവർ രണ്ടുപേരും ഉന്നയിച്ചത്. എന്താണ് അങ്ങേക്ക് തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയം, ഒപ്പം മണ്ഡലത്തിന്റെ വികസന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഒരു 4 മിനിറ്റിൽ. ഞങ്ങൾക്ക് വളരെ അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്നത്, കഴിഞ്ഞ 2014 മെയ് മാസം അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ ഈ അടുത്ത തെരഞ്ഞെടുപ്പിനെ 2019 തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടുമായി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വളരെ ആത്മാഭിമാനത്തോടു കൂടി നെഞ്ചിൽ കൈവച്ച് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും, പറഞ്ഞ കാര്യങ്ങളെല്ലാം അടിപൊളി. ഏകദേശം 300ഓളം പദ്ധതികൾ ഓരോ 15 ദിവസം കൂടുമ്പോഴും ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ആ പദ്ധതികൾ പൂർത്തീകരിക്കുകയും അത് ജനങ്ങളുടെ ഏറ്റവും ആ പദ്ധതികളെല്ലാം ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഈ നാട്ടിലെ ദരിദ്ര നാരായണന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. ആ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ട് കോടിക്കണക്കിന് സാധാരണക്കാരായ ജനങ്ങളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അശേഷം ആശങ്കയില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അടിമുടി പാലിച്ചു തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ കുറേ സ്ഥിരമായി പറയുന്ന കുറേ അഴിമതി ആരോപണങ്ങളുടെ കഥകളൊക്കെ പറയാതിരിക്കുകയാണ് ഭേദം. നമുക്കറിയാമല്ലോ, നമ്മുടെ ശരത്ചന്ദ്ര പ്രസാദിന്റെ പാർട്ടി കോൺഗ്രസ് അധികാരത്തിൽ വന്ന 1948 മുതൽ ആദ്യത്തെ കുംഭകോണം, ജീപ്പ് കുംഭകോണം നമുക്കറിയാം. അത് തൊട്ട് ഇങ്ങോട്ട് തുടങ്ങിയ ഇങ്ങേ അറ്റം വരെ നോക്കിയാൽ AK ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന കാലം വരെ ഈ പ്രതിരോധ രംഗത്ത് നടന്നിട്ടുള്ള അഴിമതികൾ. ഇപ്പോൾ ഇവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സൈനിക ശക്തിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്, ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. സുപ്രീം കോടതി, അതുപോലെ CAG ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ പരിശോധിക്കുകയും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ അതിലൊന്നും കഴമ്പില്ല എന്ന് പറയുകയും ചെയ്തതിന് ശേഷവും ഇന്ന് ബഹുമാന്യനായ രാഹുൽ ഗാന്ധി, ശരത്ചന്ദ്ര പ്രസാദിന്റെ പ്രസിഡന്റ്, പറയുക ഇന്ത്യയുടെ സൈനികരെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പിന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എന്താ സ്ഥിതി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിന്റെ പ്രകടന പത്രികയിൽ ആദ്യത്തെ ഒരു വാചകമുണ്ട്, 5 വർഷത്തേക്ക് ഒരു സാധനത്തിന്റെ വില കൂടില്ലാത്ത എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞ് ഇനി ഏതെങ്കിലും ഒരു മേഖല ശരിയാക്കാത്തത് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയല്ലേ, ഏതെങ്കിലും ഒരു മേഖല. ഇപ്പോൾ സാമ്പത്തിക മേഖല ഏകദേശം 4000 കോടി രൂപ ഇനി ഖജനാവിലുള്ളൂ എന്നാണ് പറയുന്നത്. അത് ശമ്പളവും പെൻഷനും കൂടി കൊടുക്കുമ്പോൾ ഖജനാവ് കാലിയാകുന്ന ഒരവസ്ഥ. ഇത്രമാത്രം കഴിവുകെട്ട അല്ലെങ്കിൽ സാമ്പത്തിക മാനേജ്മെന്റ് അറിയാത്തൊരു ധനകാര്യമന്ത്രി കേരളത്തിലുണ്ടോ? പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹത്തിന് ധനകാര്യം കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വേറെ അഡ്വൈസറി ആളുകളെയൊക്കെ, ധനകാര്യ ഉപദേഷ്ടാക്കളെയൊക്കെ നിശ്ചയിച്ച കാര്യം നമുക്കറിയാം. അതുപോലെ തന്നെ ഏത് മേഖല, ക്രമസമാധാന മേഖല, ഇപ്പോൾ ഞാൻ ഇങ്ങനെ വരുന്ന വഴിയിൽ ഞാൻ കണ്ടു ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഒരു പരസ്യം, 1000 ദിവസം കൊണ്ട് എല്ലാം ചെയ്ത് നിറഞ്ഞുവെന്ന ഓരോന്ന്. എന്താ നിറഞ്ഞത്? ആകെ നിറഞ്ഞത് ഈ നാട് നിറഞ്ഞു.
ഈ പ്രളയം കൊണ്ട്, ഈ ഗവൺമെന്റിന്റെ ഒരു പിടിപ്പുകേട് കൊണ്ട് 350-ലേറെ ആളുകളെ ജീവൻ നഷ്ടപ്പെട്ടു. 30,000 കോടി രൂപയുടെ നാശനഷ്ടം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ എന്താണ് നിറഞ്ഞത്? അതൊന്ന് അദ്ദേഹം പറയട്ടെ. മണ്ഡലത്തിലെ വോട്ടർമാർ നമ്മളോടൊപ്പം ചേരുകയാണ്. അവരുടെ ആശങ്കകളും ഒപ്പം കാഴ്ചപ്പാടുകളും മണ്ഡലത്തിലെ വികസന നേട്ടങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഒപ്പം നേതാക്കളോട് തങ്ങളുടെ ആശങ്കകൾ പങ്കുവെക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം, തങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. എനിക്ക് ചോദിക്കാനുള്ളത് BJP പ്രതിനിധിയോടും കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടുമാണ്. എനിക്ക് ഇവിടെ കള്ളപ്പണം കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ റിസർവ് ബാങ്ക് പറഞ്ഞു 99% നോട്ടുകൾ തിരിച്ചെത്തിയെന്ന് പറഞ്ഞു. ഇതിൽ എത്രയെങ്കിലും ശതമാനം, 1% കള്ളനോട്ട് വ്യക്തമാണ്. കള്ളപ്പണം തിരികെ എത്തിയോ? 15 ലക്ഷം വീതം അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുമെന്ന് പറഞ്ഞു. നിക്ഷേപിച്ചോ? ചോദ്യം വ്യക്തമാണ്. ഈ നോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഗവൺമെന്റ് ഇറക്കിയ റിസർവ് ബാങ്കിന്റെ നിലപാട്, റിസർവ് ബാങ്ക് പ്രിന്റ് ചെയ്തിറക്കിയ നോട്ട് ഈ നരേന്ദ്രമോദി ഈ നോട്ട് നിരോധിക്കുന്നത് വരെ ആരുടെ കയ്യിലാണ്, എവിടെയാണ് സർക്കുലേഷൻ ഉള്ളതെന്ന് അറിയോ? ബാങ്കിങ് മേഖലയിൽ ഞാനത് പറഞ്ഞോട്ടെ, ഉണ്ട് ഏറ്റവും കൂടുതൽ കള്ളപ്പണം നിങ്ങൾ ചോദിച്ചു അതിന് മറുപടി പറയാൻ നിങ്ങൾ ഒരാളുടെ നിശ്ചയിച്ചിട്ടുണ്ട്, നിങ്ങളൊരു പാർട്ടിയുടെ നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു എക്കോണമിയെ ഫോർമലായി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഇത് എങ്ങോട്ട് പോകുന്നു, ആരുടെ കയ്യിലിരിക്കുന്നു, എന്താണ്, എവിടെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലാക്കി കഴിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റ് ആ നടപടി എടുത്തതിന് ശേഷം, ആ നടപടി എടുക്കുമ്പോഴും പറഞ്ഞോട്ടെ സുഹൃത്തെ, ഞങ്ങൾ ആദ്യമായി ചെയ്തത് ബിനാമി ആക്ട് ഞങ്ങളാ കൊണ്ടുവന്നത്, വേറെ ആരുമല്ലല്ലോ. ഇതിനെ സംബന്ധിച്ച് ബിനാമി ആക്ട് കൊണ്ടുവന്നിട്ട് ഈ കള്ളപ്പണം മറ്റു രീതിയിൽ നിക്ഷേപിക്കുന്നത് തടയാൻ ശ്രമിച്ചു. ഞാൻ പറയട്ടെ. ഒന്ന് ഫിഗറ്റീവ് എക്കണോമിക് ഒഫൻസ് ആക്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കള്ളപ്പണം ഈ ബാങ്കിന് നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചിട്ട് വിദേശത്തേക്ക് പോയി അങ്ങനെ ഇന്ത്യയെ ഡിഫ്രാഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനുള്ള നിയമം ഞങ്ങളാ കൊണ്ടുവന്നത്. 2, DTA എന്ന് പറയും, ഡബിൾ ടാക്സ് അവോയ്ഡൻസ് എഗ്രിമെന്റ്. അതെന്തെന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യത്ത് ബിസിനസ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒരു രാജ്യത്ത് ടാക്സ് അടച്ചാൽ മതി. ഇവരുടെ കാലത്ത് ചിദംബരം ചെയ്തതാണ്. വോഡഫോണിന് 20,000 കോടി രൂപ സൗജന്യം ചെയ്തു. ഞാൻ പറയട്ടെ സുഹൃത്തെ, കള്ളപ്പണം അങ്ങനെ രണ്ട് രാജ്യത്ത് ഒരുമിച്ച് ബിസിനസ് ചെയ്ത് ഏറ്റവും ടാക്സ് കുറഞ്ഞ സ്ഥലത്ത് നിക്ഷേപിച്ച് ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ ശ്രമിച്ച ആളുകൾക്ക് അതിന് കടിഞ്ഞാണിടുവാൻ DTA ആക്ട് അമെൻഡ് ചെയ്തു. ഏത് രാജ്യത്തു നിന്നാണോ നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ആ രാജ്യത്ത് ടാക്സ് അടയ്ക്കണം. അപ്പോ കള്ളപ്പണം ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ അതാണ് പറഞ്ഞത്. ചുരുക്കി പറയൂ. ചോദിച്ചതിന് സ്വിറ്റ്സർലൻഡുമായി എഗ്രിമെന്റിൽ ഏർപ്പെട്ടു. അതിനുശേഷം ഈ ഗവൺമെന്റ് എഗ്രിമെന്റ് ഒപ്പിട്ടതിന് ശേഷം ആ രാജ്യത്തിലേക്ക് ആര് ബാങ്കിൽ നിക്ഷേപിച്ചാലും അത് ഇന്ത്യ ഗവൺമെന്റിനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. 3 ലക്ഷത്തോളം കള്ള കമ്പനികള്, ഷെൽ കമ്പനികള് അത് ഡീ രജിസ്ട്രേഷൻ ചെയ്തു. മാത്രമല്ല 3 ലക്ഷത്തോളം കമ്പനികളുടെ ഡയറക്ടർ ബോർഡുകളെ മെമ്പർമാര് അവരെ ഇനി ഒരു കമ്പനിയിലും ഡയറക്ടർ ബോർഡാകാൻ പാടില്ലാത്ത രീതിയിൽ നിയമം കൊണ്ടുവന്നു. അതുപോലെ തന്നെ ബാങ്ക് ഇവിടെ കുടിശ്ശിക വരുത്തിയിട്ടുള്ള ഏകദേശം 60,000 കോടി രൂപ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശക്തമായ നിലപാട് എല്ലാ കാര്യത്തിലും. നമുക്കറിയാമല്ലോ, ഇപ്പോ പല മീഡിയകളിലൊക്കെ പരസ്യം വരുമ്പോ നേരത്തെ ധാരാളം പരസ്യം വരുന്നുണ്ട്. ഇപ്പൊ പരസ്യം വരാത്തെന്താ കാര്യം? ഇപ്പോ കൊടുക്കുന്നത് ക്യാഷായി സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വന്നോ എന്നാണ് അവിടുത്തെ ചോദ്യം. വന്നോ ഇല്ലയോ? നിങ്ങൾ ഏത് ആരാണ് എവിടെയാണ് പറഞ്ഞത്? അത് ഒരുപാട് ചർച്ച ചെയ്തതാണ്. കാര്യങ്ങൾ വ്യക്തമാണ്. താങ്കളുടെ ചോദിച്ചു. ഒന്ന് MLA ഇവിടെ സംസാരിച്ചപ്പോ സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എൻ്റെ അറിവ് ഈ ഗവൺമെന്റ് വരുന്നത് വരെ ഒരാളിന് 2 പെൻഷൻ ഉണ്ടായിരുന്നു. ഒരാളിന് 2 പെൻഷൻ. അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇറങ്ങുമ്പോൾ 2 പെൻഷൻ കൂടി 2000 LDFിന്റെ ഗവൺമെന്റ് വന്നപ്പോൾ 2ഉം കൂടെ ഒന്നാക്കി. ഞാനിപ്പോ പറയാ MLA മറുപടി പറയും. ചോദിക്കട്ടെ.
ഈ ഗവൺമെന്റ് വന്നപ്പോൾ രണ്ട് ചോദ്യമുണ്ട്. 1100 വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ അപ്പൊ കുറഞ്ഞു. ഓക്കേ, അടുത്ത ചോദ്യം. അല്ല, മനസ്സിലായി, സംഭവിച്ചത് വ്യക്തമാണ്. 1000 എന്നുള്ളത് ഒരു പെൻഷൻ 600 കുറച്ച്. വ്യക്തമാണ്. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം. കൂടി 1600 ആയുള്ളൂ. നിങ്ങൾ പെൻഷൻ വർദ്ധിപ്പിച്ചില്ലായിരുന്നെങ്കിൽ 2000 ഉണ്ടായിരുന്നു. ഓക്കേ. അതാണ് ഞാൻ രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം. ഇവിടെ CAG റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. CAG റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ റാഫേൽ വിമാനത്തിന്റെ വില പോലും സൂചിപ്പിക്കാൻ അനുവാദം കൊടുക്കാത്തൊരു ഗവൺമെന്റ്, എന്തുകൊണ്ട് ഗവൺമെന്റ് ആ വിലയൊന്ന് ഈ ഗവൺമെന്റ് ഒന്ന് വില അംഗീകരിച്ചുകൂടാ? പരസ്യമായി റാഫേലിന്റെ വില അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു ഗവൺമെന്റ് ശുദ്ധമായ അഴിമതി പെൻഷൻ സംബന്ധിച്ച് മറുപടി പറയൂ. താങ്കൾ പറഞ്ഞത് ശുദ്ധ നുണയാണ്. കഴിഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് നമുക്ക് വെല്ലുവിളിക്കാം. ഞാൻ MLA ആണ്. ഞാൻ പറയുന്നതിൽ പെശകുണ്ടെങ്കിൽ നമുക്ക് ഏത് അറ്റം വരെ പോകുന്നതിന് ഞാൻ തയ്യാറാണ്. അല്ലെന്നാ ഞാൻ പറഞ്ഞോട്ടെ. കഴിഞ്ഞ തവണ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വാർദ്ധക്യകാല പെൻഷനും വാങ്ങുമായിരുന്നു, ക്ഷേമനിധി പെൻഷനും വാങ്ങുമായിരുന്നു. കയർ തൊഴിലാളികൾ ക്ഷേമനിധി പെൻഷൻ വാങ്ങും, കശുവണ്ടി തൊഴിലാളികൾ ക്ഷേമനിധി പെൻഷൻ വാങ്ങും. എന്നാൽ വാർദ്ധക്യകാല പെൻഷനും വാങ്ങുമായിരുന്നു. 600 രൂപയാണ് അന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. രണ്ടുപേർക്ക് ഇല്ല, എങ്ങും 1000 ആക്കിയില്ലേ. ഇപ്പൊ ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പെൻഷൻ 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് താങ്കൾക്ക് തെളിയിക്കാമെങ്കിൽ ഞാൻ MLA സ്ഥാനം രാജിവെക്കും. ഇല്ലാത്ത കാര്യം പറയണ്ട. ഞാൻ പറഞ്ഞത് ഇവിടെ 1000 രൂപ നിങ്ങൾ 1000 രൂപ ആക്കിയെങ്കിൽ പിന്നെ പ്രകടന പത്രികയിൽ LDF 1000 രൂപ ആക്കുമെന്ന് പറയണ്ടല്ലോ. പറയേണ്ട കാര്യമല്ലല്ലോ. അതല്ല, ഇവിടെ ഇപ്പോഴും ഞാൻ പറയട്ടെ, ഇപ്പോഴും 2 പെൻഷൻ വാങ്ങുന്ന നമ്മുടെ സമയം മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോഴും 2 പെൻഷൻ തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ക്ഷേമനിധി പെൻഷൻ 600 രൂപയാണ് ഇപ്പോഴും കിട്ടുന്നത്. അത് ശരി, അത് നിങ്ങളുടെ ഗവൺമെന്റ് അത് ആലോചിച്ചോളുക. ഇവിടെ ഈ ഗവൺമെന്റ് പറഞ്ഞത് കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇവിടെ 1200 രൂപ പെൻഷൻ എന്നുള്ളത് ഈ ഏപ്രിൽ മാസം മുതൽ 1200 രൂപ പെൻഷൻ കിട്ടും. മുമ്പ് ക്ഷേമനിധി പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്നവർക്ക് 600 രൂപയും കിട്ടും. 1800 രൂപ ഇപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ഇറക്കിയ മാനിഫെസ്റ്റോയിൽ ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇപ്രാവശ്യം നിങ്ങൾ മാനിഫെസ്റ്റോ ഇറക്കുന്നുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പെട്രോളിന്റെ വില കുറയ്ക്കും, ഇന്ധന വില കുറയ്ക്കും, വിലക്കയറ്റം പിടിച്ചു നിർത്തും. ഇപ്പോഴത്തെ അങ്ങ് വന്നിട്ടുള്ള വാഹനത്തിലെ ഡീസലിന്റെ വിലയും 2014 ഡീസലിന്റെ വിലയും അങ്ങൊന്ന് പരിശോധിക്കുക. അപ്പൊ അതിന്റെ മറുപടി അറിയേണ്ടതുണ്ട്. അദ്ദേഹം മറുപടി പറയട്ടെ. അല്ല, പാചകവാതക വില ഇന്നലെ നിങ്ങൾ എത്ര രൂപ കൂട്ടിയെന്നാ പറയണത്? ഇല്ല, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സുഹൃത്തെ. 2 രൂപ. നിങ്ങൾ പറയുന്നത് സബ്സിഡി ഇല്ലാത്ത ബിസിനസ് സിലിണ്ടറിനാണ്. നിങ്ങൾ ഒരു വീട്ടില് 12 സിലിണ്ടർ സബ്സിഡി റേറ്റിൽ കൊടുക്കും. അതിന്റെ വില കൂട്ടിയിട്ടില്ല. 13 രൂപ കുറച്ചതിന് ശേഷമാണ് ഈ 2 രൂപ സബ്സിഡി ഉള്ള സിലിണ്ടറിന് കൂട്ടിയത്. അത് എല്ലാ മാസവും ഹാൻഡ്ലിങ്ങിന്റെ ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ ഓയിൽ കമ്പനികൾ ചെയ്യുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറെ ദിവസമായിട്ട് 13 രൂപ കുറച്ചിട്ട് 2 രൂപയാണ് സബ്സിഡി ഉള്ള സിലിണ്ടറിന് കൂട്ടിയത്. എവിടെ 42 രൂപ കൂട്ടിയത്? ഒരു കൂട്ടന് അല്ല, ഒരു വീട്ടില്, ഒരു സാധാരണക്കാരായ ഒരാളിന്റെ വീട്ടില് 12 സിലിണ്ടർ ആവശ്യം മതി. അത് മതി. 30%. അപ്പൊ ഇത് ഞാൻ പറയട്ടെ. എന്റെ കയ്യിൽ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ 1000 ദിവസത്തിന് മുമ്പ് അച്ചടിച്ചിറക്കിയ പ്രകടന പത്രികയുടെ കോപ്പിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ പ്രകടന പത്രികയുടെ ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുക എംപ്ലോയ്മെന്റ് ഫോർ 25 lakhs, 25 പേർക്ക് തൊഴിലവസരം കൊടുക്കും. അതാണ് ഈ ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രികയുടെ ആദ്യത്തെ ഇനം. 25 ലക്ഷം പേർക്ക് 5 കൊല്ലം കൊണ്ട് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ഇപ്പോൾ 1000 ദിവസത്തെ ലേഖനത്തിലും ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ രേഖയിലും പറഞ്ഞിരിക്കുന്നത് 1 ലക്ഷം പേർക്ക് ഞാൻ തൊഴിൽ കൊടുത്തുവെന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്. ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി ഔദ്യോഗികമായി പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു, നിങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളത് നോക്കിയാൽ മതി. മുഖ്യമന്ത്രി ഔദ്യോഗികമായി പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? PSC വഴി കൊടുത്ത മാത്രമല്ല KSRTC പിരിച്ചുവിട്ട 4000 പേരുടെ കൂടെ അത് കൂട്ടിയിട്ടുണ്ടോ?
KSRTC ഇപ്പൊ പിരിച്ചുവിട്ട 4000 പേര് അത് കൂട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ, അത് കൂട്ടിയിട്ടില്ലല്ലോ. അപ്പോ ഈ എംപാനൽ എന്ന് വെച്ചാൽ മോൻ അർത്ഥം അറിയോ? എംപാനൽ എന്ന് വെച്ചാൽ എന്താണെന്ന് അർത്ഥം അറിയോ? എങ്ങനെ പറഞ്ഞതെന്നറിയോ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് 4000 കണ്ടക്ടർമാരെ സ്ഥിരപ്പെടുത്തി. അറിയോ? അതറിയോ? അപ്പൊ ഞാൻ പറഞ്ഞു വരട്ടെ. നമുക്ക് വരാം. സമയം കളയരുത്. നിങ്ങളെ വേണ്ട. ജോയി എന്നോട് ചോദിച്ചത് ശരത്ചന്ദ്ര പ്രസാദ് ഇങ്ങോട്ട് വരുമ്പോ, ഈ നാഷണൽ ഹൈവേ കൂടെ ഇങ്ങോട്ട് വരുമ്പോ ആ സ്കൂളുകളുടെ കാര്യമൊക്കെ നോക്കണമെന്നാണ്. ആ സ്കൂളുകളുടെ ഡെവലപ്മെന്റ് തുടങ്ങിയതേ, ആ റിസൾട്ട് ആണെങ്കിലും അതിന്റെ ഭൗതിക ഒരുക്കുന്ന കാര്യത്തിൽ തുടങ്ങിയത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സമയത്ത് എത്രയോ പദ്ധതി നടത്തി. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇവിടെ ചെയ്തത്. പിന്നെ കൈരളി ചാനലിന്റെ ചർച്ചയിലാണ് നിങ്ങൾ തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. കൈരളി ചാനൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വീണ്ടും ഇവിടെ ചർച്ചയ്ക്ക് വരുമ്പോൾ സ്കൂളുകളുടെ റിസൾട്ടും സ്കൂളുകളുടെ ഭൗതിക സൗകര്യം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ UDF ഗവൺമെന്റ് എടുത്തതിന്റെ രേഖയായിട്ട് ഞാൻ വരാം. അല്ല, ഇപ്പൊ പറ്റൂലല്ലോ തെളിയിക്കാൻ. അടുത്ത ചർച്ച കൈരളിയുടെ വെക്കുമ്പോൾ എന്നെ കൂടെ വിളിക്കണം, ജോയിയെ വിളിക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളടുത്ത് പറയല്ലേ, തെളിയിക്കാം. ജോയി ഇപ്പൊ വളരെ നിസ്സാരവൽക്കരിച്ചൊരു കാര്യം പറഞ്ഞില്ലേ? രാഷ്ട്രീയ കൊലപാതകമൊക്കെ ഇത് രാജ്യത്തെമ്പാട് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ. അങ്ങനെ നിസ്സാരവൽക്കരിച്ച് നമുക്ക് കളയാൻ പറ്റുമോ? 10-29 രാഷ്ട്രീയ കൊലപാതകങ്ങൾ, അതിന്റെ മറുവശത്ത് മുഴുവൻ CPM ആണ് എന്നുകൂടെ കാണുമ്പോൾ 4 എണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ആ രാഷ്ട്രീയ കൊലപാതകം മറുവശത്ത് CPM ആണ്. അത് നിസ്സാരമായി കളയാൻ പറ്റുമോ? അപ്പോ ഞാൻ ഇടതുപക്ഷ മുന്നണി ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് ഇടത് മുന്നണി വരും എല്ലാം ശരിയാക്കും എന്താണ്. ഇടത് മുന്നണി വന്ന ഇപ്പോൾ എല്ലാവരെയും ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ശ്രീ പത്മകുമാർ, BJP ഗവൺമെന്റ് കാര്യം പത്മകുമാർ പറഞ്ഞു, ഞങ്ങൾ അവതരിപ്പിച്ചത് എല്ലാം പൂർത്തിയായതുകൊണ്ട് എങ്കിൽ പിന്നെ എന്തിനാ നരേന്ദ്രമോദി ഇങ്ങനെ വേവലാതിപ്പെട്ട് കിടന്ന് ഓടേണ്ട കാര്യമുണ്ടോ? എങ്കിൽ പിന്നെ ആ അതിർത്തിയിൽ നമ്മുടെ ജമ്മു കാശ്മീരിൽ 40 CRPF ഭടന്മാർ പിടഞ്ഞു മരിക്കുമ്പോൾ എന്തിനാ ഈ പരസ്യ ചിത്രത്തെ അഭിനയിക്കാൻ വേണ്ടി ഈ പ്രധാനമന്ത്രി പോയി? എന്തിനാ രാജസ്ഥാനിൽ പോയി മരിച്ച രക്തസാക്ഷികളായ 40 ജവാന്മാരുടെ ചിത്രം ബാക്കിൽ വെച്ചിട്ട് രാഷ്ട്രീയ പ്രസംഗം നടത്തുമോ? ഇന്നത്തെ നിങ്ങൾ BJP അനുകൂലിക്കുന്ന ദൃശ്യമാധ്യമങ്ങൾ അടക്കുന്നത് ഇപ്പോഴും സംരക്ഷിച്ചോളൂ. എന്തെന്നറിയോ? ഒരിക്കലും ഇന്ത്യ പോലൊരു രാജ്യത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഗവൺമെന്റിനും പട്ടാളത്തിനും പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രധാനമന്ത്രി ഇത്ര നിശ്ചിതമായി തരംതാണ് രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന് മാധ്യമങ്ങൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. അഡ്വക്കേറ്റ് വി ജോയ്, അതായത് LDF സർക്കാരിനെ സംബന്ധിച്ച് നെഗറ്റീവ് കാര്യങ്ങളാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. 1000 ദിനങ്ങൾ ഒന്നും നടപ്പിലാക്കിയില്ല എന്ന് തന്നെയാണ് വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. ഒപ്പം പെട്രോളിന്റെ ഡീസലിന്റെ വില വർധനവിന് കാരണം LDF സർക്കാരാണെന്ന് കൂടിയാണ് JR പത്മകുമാർ പറഞ്ഞു വെക്കുന്നത്. അല്ല, ഇവർക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ശ്രീ ശരത്ചന്ദ്ര പ്രസാദിന് LDFന്റെ 1000 ദിനങ്ങൾ നല്ല ദിനങ്ങളാണെന്ന് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അത് പറയാം. ഇവിടെ 25 ലക്ഷം ആളുകൾക്ക് 5 വർഷം ജോലി കൊടുക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞിട്ടുണ്ട്. അത് PSC മുഖേന 25 ലക്ഷം ആളുകൾക്ക് ജോലി കൊടുക്കുമെന്നല്ല പറഞ്ഞത്. ഇവിടെ PSCയെ പരമാവധി ഉപയോഗപ്പെടുത്തി, ഇവിടെ IT കോറിഡോറുമായി ബന്ധപ്പെടുത്തി വിവിധ മേഖലകൾ അതിനെ ഉത്തേജിപ്പിച്ച് അവിടങ്ങളിലെല്ലാമായി കേരളത്തിലെ 25 ലക്ഷം ആളുകൾക്ക് ഈ ഗവൺമെന്റ് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞാൽ BJP കൊടുക്കാതിരുന്നത് പോലെ അല്ല, ഇവിടെ കൊടുത്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്, സ്കൂളുകളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം ശ്രീ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതിന്റെ റിസൾട്ടാണ്. പറഞ്ഞില്ലെങ്കിൽ ശരി ഞാൻ പറയുന്നത് ഇവർ പോകുമ്പോൾ 39 സ്കൂളുകളുടെ പേരിന്റെ മുമ്പേ റൗണ്ട് ചിഹ്നം ഇട്ടിരുന്നു. എന്താണ്? പൂട്ടാനുള്ള സ്കൂളുകൾ. ആ 39 സ്കൂളുകളും ഇന്ന് തുറന്ന് 100 കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ കഴിഞ്ഞ അധ്യയന വർഷം 3.5 ലക്ഷം കുട്ടികളാണ് കൂടുതലായി വിദ്യാലയങ്ങളിൽ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് 3.5 ലക്ഷം വിദ്യാർത്ഥികളാണ് പുതുതായിട്ട് സ്കൂളുകളിൽ വന്നത്. 1-ാം ക്ലാസ്സിലല്ല, 5-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും, അതായത് മറ്റ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ പോലും സർക്കാർ സ്കൂളുകളിലേക്ക് വന്ന ഏറ്റവും ശുഭകരമായിട്ടുള്ളൊരു വസ്തുത ഇദ്ദേഹം കാണേണ്ടതായിട്ട് ഉണ്ടെന്നുള്ളതാണ്. മറ്റൊന്ന്, രാഷ്ട്രീയ കൊലപാതകത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് നഷ്ടമായിട്ടുള്ള സഖാക്കളുടെ എണ്ണം നിങ്ങൾക്കറിയാമോ? ഈ കാലത്തിനിടയിൽ 575 പ്രിയപ്പെട്ട സഖാക്കളെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് നഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അതിൽ
127 പേരെ കൊന്നവരാണ് ഇപ്പോ പുരപ്പുറത്ത് കയറിയുന്നതുകൊണ്ട് മറ്റേ വീരവാദം പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. നമുക്ക് മണ്ഡലത്തിന്റെ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. ഒരു ചോദ്യം ഇവിടെ ചോദിക്കൂ. ഒരു MP എന്ന നിലയിൽ കഴിഞ്ഞ 15 വർഷം പൂർത്തീകരിക്കുകയാണ് സമ്പത്ത് MP. നമ്മുടെ മൂന്നുമുക്കിലെ സ്റ്റീൽ ഫാക്ടറി ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതിയാണ് സ്റ്റീൽ ഫാക്ടറി. അത് ഇതുവരെ തുറന്ന് പ്രവർത്തിക്കാനുള്ള ആർജവം MP-ക്കുണ്ടോ? അതുപോലെ കൊല്ലത്തും തിരുവനന്തപുരത്തും കൂടെ പോയാൽ ബൈപ്പാസ് ഉണ്ട്, വർഷങ്ങളൊന്നും ആയില്ല, 10 വർഷമായുള്ളൂ ശശി തരൂർ MP ആയിട്ട്. അവിടെ ബൈപ്പാസ് കൊണ്ടുവരാൻ സാധിച്ചു. സമ്പത്തിന് ഒരു ചെറുവിരൽ അനക്കാൻ പോലും സാധിച്ചില്ല. MP എന്നുള്ളത് അദ്ദേഹത്തിന്റെ പരാജയം മാത്രമാണ്. സമ്പത്ത് ഈ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കണ്ണുള്ളവർക്കെല്ലാം കാണാം. ഇവിടെ പറയട്ടെ തീർച്ചയായും പറയട്ടെ. കുറെ കാലമായിട്ട് ഒരു സ്റ്റീൽ ഫാക്ടറിയുടെ കാര്യം പറയുന്നു. ആകെ 4 പേർക്ക് ജോലി കിട്ടിയിരുന്ന ഒരു സ്റ്റീൽ ഫാക്ടറിയെ കുറിച്ച് പറഞ്ഞ് എന്ത് അർത്ഥത്തിലാണ് നിങ്ങൾ ഈ പറയുന്നത്? അതൊന്നുമല്ല. ഈ നാട്ടിലെ സമ്പത്ത് വന്നതിന് ശേഷമാണ് ഇവിടെ കാണുന്ന കാര്യങ്ങൾ ചെയ്തത്. പിന്നെ അത് ശശി തരൂരിന്റെ മെച്ചമല്ല അപ്പുറത്ത് കാണുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? ശശികരല്ല, കൊല്ലത്തുമല്ല. കൊല്ലത്തെല്ലാം സംസ്ഥാന ഗവൺമെന്റ് ആദ്യത്തെ 2004 പോലെ 2014 വരെ ഉണ്ടായിരുന്നു അവിടെ. ഈ കഴക്കൂട്ടം എപ്പോഴാണ് തുടങ്ങിയത്? സംസ്ഥാന ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചത് കൊണ്ടാണ് കൊല്ലം ബൈപ്പാസ് വന്നത്. ഇപ്പോ സമ്പത്ത് വന്നതിന് ശേഷമാണ് ഇവിടെ ലാൻഡ് അക്വിസിഷൻ നടത്തുന്നത്. ബൈപ്പാസിന് ലാൻഡ് അക്വിസിഷൻ തുടങ്ങിയത് 15 വർഷമല്ല. അത് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് പറയാം. പറയട്ടെ അദ്ദേഹം പറയട്ടെ. ചെയ്തില്ല എന്ന് പറയുന്നു. ഇപ്പോ നമ്മുടെ ഈ മണ്ഡലത്തിൽ തന്നെ നമുക്കറിയാമല്ലോ പുതിയതായ റോഡുകൾ. ഈ കേരളത്തിൽ വന്നിട്ടുള്ള 11 പുതിയ റോഡുകളാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ അത് വന്നിട്ടുള്ളത്. ആ 11-ൽ 4 റോഡുകളും ശ്രീ സമ്പത്തിന്റെ മണ്ഡലത്തിലാണ്. പാസ്പോർട്ട് സേവാ കേന്ദ്രം ഈ കേരളത്തിൽ അനുവദിച്ചത് 5 കേന്ദ്രങ്ങളിൽ 1 ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലമാണ്. 10 പേർക്ക് തൊഴിൽ കൊടുത്ത 10 പേർക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുറക്കപ്പെട്ടത് കാലഘട്ടത്തിലാണ്. BJP ഇവിടെ എയർപോർട്ട് വിറ്റില്ലേ? അദാനിക്ക് എയർപോർട്ട് വിറ്റവരല്ലേ? അദാനിക്ക് അന്താരാഷ്ട്ര വിമാനത്താവളം വിറ്റവരാണ് നിങ്ങൾ. പൊതുമേഖലാ സ്ഥാപനം ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഈ ബൈപ്പാസിന്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പുറത്തും കല്ലിട്ട് ഇപ്പുറത്തും കല്ലിട്ട് ഈ നാട്ടിൽ അല്ലാത്ത പല സർവേ നമ്പർ വെച്ചിട്ട് ഭൂമി ഏറ്റെടുത്ത് അവസാനം ഇത് മതിയാക്കി പോയ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. അവിടെ ഇരിക്കട്ടെ. 10 പേർക്ക് തൊഴിൽ കൊടുത്ത ഒരു സ്ഥാപനം കേന്ദ്ര ഗവൺമെന്റ് ഇദ്ദേഹത്തിന്റെ ഈ 10 വർഷക്കാലത്ത് ഈ നിയോജക മണ്ഡലത്തിനകത്ത് പറയട്ടെ. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ചോദിച്ചോട്ടെ ഒരൊറ്റ ചോദ്യം എനിക്ക് ജോയി MLA കൂടി ചോദിക്കാനുള്ള കാര്യമാണ്. ഇവിടത്തെ MP ഈ അദ്ദേഹത്തിന്റെ MP ഫണ്ട് ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഒരു യാത്രക്കാർക്ക് ഇരിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ പൂർത്തിയാക്കി മതിയായതിനു ശേഷമാണോ എന്താ അവിടെ ചെയ്തത്? പേരെടുക്കാൻ വേണ്ടി. ഈ രീതിയിലാണ് MP ഫണ്ട് ദുർവിനിയോഗം ചെയ്തിരിക്കുന്നത്. ഈ മണ്ഡലത്തിൽ ചെലവഴിക്കാനുള്ള 1984 ഈ പള്ളിപ്പുറത്ത് അവസാനമായി സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്രീയ വിദ്യാലയം വന്നത്. അതിനു മുമ്പ് നമുക്ക് അരുവിക്കരയിൽ വന്ന നവോദയ വിദ്യാലയം, വിദുരയിലെ ഐസർ, അതുപോലെ വലിയമലയിലെ IIT. ഇതൊന്നും കൊണ്ടുവന്നതിൽ സമ്പത്തിനൊരു ഇതുമില്ല. ഇതുപോലെ ഏതെങ്കിലും സ്ഥാപനം കൊണ്ടുവരാൻ സമ്പത്തിന് കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്ട് കൊണ്ടുവരുന്നത് MP-മാരാണെങ്കിൽ ഐസർ കൊണ്ടുവന്നത് സമ്പത്തിന്റെ കാലത്ത് മാത്രമാണ്. ഇവിടെ എല്ലാ പേരും പറഞ്ഞ കേന്ദ്ര സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത്. നമ്മുടെ ഈ മണ്ഡലത്തിനകത്ത് പ്രധാനപ്പെട്ട 2-3 സ്റ്റേഷനുകളുണ്ട്. ചിറയൻകീഴ്, കടക്കാവൂര്, വർക്കല, ജോയി MLA ആയിരിക്കുന്ന വർക്കല അടക്കമുള്ള സ്ഥലങ്ങളുണ്ട്. 10-60-ൽ പരം ട്രെയിനുകൾ ഈ സ്ഥലത്ത് കൂടി ഓടുന്നുണ്ട്. ഞാനും ജോയിയും ഇവിടെ ചിറയൻകീഴത്തെ CPM-ന്റെ ആൾക്കാരും വന്നില്ല. ഞങ്ങളെല്ലാം എത്ര കാലം ദയപിടിക്കുന്ന ചിലരുണ്ട്.
അവിടെ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്താൻ വേണ്ടി മേൽപ്പാലം ഉണ്ടാക്കാൻ വേണ്ടി എത്ര കൊല്ലമായി സമരമാണ്. സമ്പത്തും വന്നത് പങ്കെടുത്തിട്ടുണ്ട്. ഈ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞാൽ ദക്ഷിണ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ പാസഞ്ചേഴ്സ് വന്നിറങ്ങുന്ന പോകുന്ന ഏറ്റവും കുറച്ച് ട്രെയിനാണ് നിർത്തുന്നത്. എന്നിട്ടും ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിറങ്ങുന്ന സ്ഥലമാണ്. എത്ര ട്രെയിൻ ഈ ചിറയൻകീഴും വർക്കലയിലും കടയ്ക്കാവൂരും നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഈ എം പിക്ക്. ഇനി അത് മാത്രമല്ല, ഇവിടെ ചോദിച്ചല്ലോ റോഡ് കൊണ്ടുവന്നെന്ന്. സെൻട്രൽ റോഡ് ഫണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻട്രൽ റോഡ് ഫണ്ട് കൊണ്ട് സമ്പത്ത് കഴിഞ്ഞ 12-13 കൊല്ലമായി MP ആയിരുന്നിട്ട് ഒരു റോഡ് സെൻട്രൽ റോഡ് ഫണ്ടിൽ എത്ര റോഡ് കൊണ്ടുവന്നു എന്ന് സമ്പത്ത് ഈ തെരഞ്ഞെടുപ്പിൽ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എം പി ഫണ്ടിൽ സമ്പത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി, കുട്ടികൾക്ക് കുട മേടിച്ചു കൊടുത്തു, സ്കൂളിൽ മൂത്രപ്പുര കെട്ടി കൊടുത്തു, അല്ലാതെ വേറെ ബസ് സ്റ്റോപ്പ് കെട്ടി. അത് ഞാൻ സമ്മതിക്കുന്നു. ഇത് ഇന്ത്യയിലെ മുഴുവൻ MP മാർക്കും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഫണ്ട് കൃത്യമായി ആഫീസിനകത്തിരുന്ന് പാർട്ടിക്കാരെ വിളിച്ചു പറഞ്ഞ് വീതിച്ചു കൊടുക്കാം. അതിൽ അത്ഭുതമില്ല. അതല്ല ഇവിടെ ആവശ്യം. ഈ നാടിൽ കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് എന്തു വികസന കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റി, അതാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ. നമുക്ക് റെയിൽവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് സമ്പത്ത് എടുത്തതുപോലൊരു എഫർട്ട് വേറെ ഒരു MP മാരും എന്ത് നടന്ന കാര്യം പറയാൻ പോവാണ്. സമ്പത്ത് നിയമം കോച്ച് യാർഡിന് 72 കോടി രൂപയാണ് ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ ചിറയൻകീഴ് കടയ്ക്കാവൂർ വർക്കല റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങൾ അവിടെ പോയി നോക്ക്. സമ്പത്തിനോട് രാഷ്ട്രീയ വിരോധം BJP-ക്കുണ്ട്. അത് പണ്ട് നിങ്ങൾക്കും ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ വിരോധം ഉള്ളതുകൊണ്ട് സമ്പത്ത് ഏതെങ്കിലും ട്രെയിൻ നിർത്താൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നിർത്തിയില്ല എന്ന് വരും. അത് സമ്പത്തിന്റെ കുഴപ്പമായിട്ട് കണ്ടിട്ട് ഒരു കാര്യവും അതിനകത്തില്ല. പിന്നെ റെയിൽവേ ഓവർബ്രിഡ്ജ്, ചിറയൻകീഴ് റെയിൽവേ ഓവർബ്രിഡ്ജ് യാഥാർത്ഥ്യമായോ എന്ന് പുതുക്കരി പ്രസന്നം പറയട്ടെ. അതെവിടെ ഇരിക്കല്ലേ? പാലം കടന്നാണ് വന്നത് കേട്ടോ. പാലത്തിൽ കയറി വന്നതല്ല. പക്ഷേ അവിടെ ആ വികസനം അവിടെ യാഥാർത്ഥ്യമാക്കി. പാലത്തിൽ കയറി വന്നതല്ല. 5 വർഷം കൊണ്ട് 25 കോടി ചെലവഴിച്ചു, 97% ചെലവഴിച്ചു. അതുപോലെ വർക്കലയിലെ ബുക്കിംഗ് ഓഫീസ്, ഇത് സമ്പത്തിന്റെ സമയത്ത് വന്നതാണ്, ഇവർ കൊടുത്തതല്ല. അപ്പൊ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു MP എന്നുള്ള നിലയിൽ വളരെ ഫലവത്തായി ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാൻ സമ്പത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് ചോദിക്കാനുള്ളത് 3 പേരോടും കൂടിയാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്. ആ സമയത്ത് എനിക്ക് കിട്ടിയ ടെക്സ്റ്റുകൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് സമയങ്ങളിലാണ് എനിക്ക് ടെക്സ്റ്റുകൾ കിട്ടിയത്. അന്ന് ഞാൻ പഴയ ടെക്സ്റ്റൊക്കെ വെച്ച് തന്നെയാണ് പഠിച്ചത്. രണ്ടാമത്തെ കേസ് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ നമ്മുടെ BJP സർക്കാർ കേന്ദ്രത്തിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു, ഞങ്ങൾ കള്ളപ്പണം പിടിക്കും, 15 ലക്ഷം രൂപ ഓരോ സാധാരണക്കാരുടെ വീട്ടിലും കിട്ടുമെന്ന്. എൻ്റെ അമ്മ, ഞങ്ങൾ 2 പെൺകുട്ടികളാണ്, ഈ 15 ലക്ഷം രൂപ വെച്ച് ഞങ്ങളെ കെട്ടിച്ചൂടാന്നുള്ള വ്യാമോഹമായിട്ട് കുറെ നാളുകൊണ്ട് നടക്കുക. പക്ഷെ ഇന്നേ വരെ കിട്ടിയിട്ടില്ല. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം സാർ, ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ സാർ. അന്ന് ചോദിക്കട്ടെ. അന്ന് എനിക്ക് പുസ്തകം കിട്ടാതിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് എന്റെ അനിയത്തി വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, എന്റെ സ്കൂളില് എനിക്കാണ് ആദ്യം ടെക്സ്റ്റ് കിട്ടിയത്, ഞങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടി. അവരുടെ സ്കൂളില് ഹൈടെക് ലെവലിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്നും പോയി ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്കൂളുകളിൽ ഒന്ന് കയറി കാണണം. വേറൊന്നും വേണ്ട, തൊട്ടടുത്തുള്ള ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലൊന്ന് ചെന്ന് കാണണം. അപ്പൊ അറിയാം ഏത് ഗവൺമെന്റ് ആണ് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നത്. സാർ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയത്, ഒരു കാര്യം കൂടി കേവലം വിശ്വാസങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ വേറെന്തിന്റെ പേരിലോ നിങ്ങൾ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നതിന് പകരം ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണോ നിങ്ങൾ 3 മുന്നണികളെന്നും
ചോദ്യത്തിലേക്ക് അതങ്ങനെ നമുക്ക് വന്ന് ചോദ്യം ചോദിക്കൂ. നമുക്ക് ചോദിക്കൂ. താങ്കൾ ഇരിക്കൂ. ഞങ്ങൾക്ക് ചോദിക്കാം. പ്ലീസ്. നിങ്ങൾ മാത്രമല്ല, നമുക്ക് ചോദിക്കാം. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നിബന്ധനയൊന്നുമില്ല. ഞങ്ങൾക്ക് ചോദിക്കാം. ഓ പിന്നെ ചോദ്യം ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് ചോദിക്കാം. ജനങ്ങളുടെ മോക്കൊരു ഭാവിയുണ്ട് മോളെ പറ മോളെ. ചോദിക്കൂ. നിങ്ങൾക്ക് മൂന്ന് മുന്നണികൾക്കും ശക്തമായിട്ട് അല്ലെങ്കിൽ മനസ്സിൽ കൈവച്ച് പറയാമോ നിങ്ങൾ ആരാണ് യഥാർത്ഥത്തില് ജനങ്ങളോടൊപ്പം നിൽക്കുന്നതെന്ന്? ശരി UDF സർക്കാരിന്റെ കാലത്ത് പുസ്തകങ്ങൾ എത്തിയിരുന്നില്ല. 6 മാസങ്ങൾക്ക് ശേഷം പോലും പുസ്തകങ്ങൾ എത്തിയിരുന്നില്ല. അതാണ് ചോദ്യം. മോക്ക് കിട്ടാത്ത പുസ്തകം മോളുടെ അനിയത്തിക്ക് കിട്ടിയെങ്കിൽ ഏറ്റവും നല്ലത് പറഞ്ഞതല്ലേ. പിന്നെ കല്യാണം കഴിപ്പിക്കാനുള്ള പൈസ കിട്ടിയില്ലെങ്കിൽ അത് ജോയി ഇടതുപക്ഷ മുന്നണി ഏറ്റവും പറഞ്ഞിട്ടുണ്ട്. അല്ല അത് BJP അത് ജോയി കാര്യങ്ങൾ ഏറ്റിട്ടുണ്ട്. പിന്നെ വളരെ മോശം. അല്ലല്ല പ്ലീസ് നമുക്ക് ചർച്ച സമയം പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. എന്തെന്നറിയോ, ഒരു കുട്ടി ആ കുട്ടിയുടെ മനസ്സിൽ ഉദിച്ച ഒരു ചോദ്യം ചോദിച്ചതിന് പ്രിയപ്പെട്ട അങ്ങനെ സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കരുത്. മോശമാണ്. ജോയി മോള് പറഞ്ഞെന്താ 15 ലക്ഷം രൂപ BJP ഗവൺമെന്റ് 15 ലക്ഷം രൂപ BJP ഗവൺമെന്റ് തരുമെന്ന് പറഞ്ഞു. അത് പത്മകുമാർ നിൽക്കല്ലേ. അത് പറയട്ടെ. മോള് പറഞ്ഞതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. മോള് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മോളെ അത് പേടിക്കണ്ട, BJP ഗവൺമെന്റ് 15 ലക്ഷം രൂപയുടെ കാര്യത്തിൽ നമ്മളെ പറ്റിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ജോയി ഉണ്ട്. ജോയി പറഞ്ഞു ഞങ്ങൾ വാക്ക് പറഞ്ഞ വാക്കാണെന്ന് പറഞ്ഞു. ഞാൻ അത് ഏറ്റു പറഞ്ഞു. മോള് പറഞ്ഞു വാക്ക് പറഞ്ഞ വാക്കാണ് മോളെ പേടിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറയുന്നത് കേട്ടു മോനെ, ഞാൻ പറയുന്നത് കേക്ക്. നമ്മളിത് ഇതിനകത്ത് ഞാനൊരു വിദ്യാർത്ഥി പ്രവർത്തനായിരുന്ന ആളാണ്. മോള് നന്നായി സംസാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് പത്മകുമാരായിട്ട് മറുപടി പറയുന്നുണ്ട്. പത്മകുമാർ മറുപടി പറയും. 15 ലക്ഷം രൂപ കിട്ടിയിരുന്നെങ്കിൽ കുട്ടികളുടെ വിവാഹം നടക്കുമായിരുന്നു. വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ്. അല്ല അത് പ്രസക്തമൊന്നുമല്ല. അതിൽ കാരണം അത് ആളുകളെ പറഞ്ഞു പറ്റിക്കലായിരുന്നില്ലേ? അതിന് മറുപടി പറയൂ. ഞാനൊന്ന് പറയട്ടെ. അല്ല ഒരു കുട്ടി ചോദിച്ച ചോദ്യം ഒരു പെൺകുട്ടിയുടെ ചർച്ച അവസാനത്തിലേക്ക് പോവാണ്. ചർച്ച അവസാനിക്കുകയാണ്. അതേ മറുപടി പറയട്ടെ. ഇനി 5 മിനിറ്റ് കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ ഒരു ചോദ്യമൊന്നും അല്ലത്. അത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ചോദ്യമാണ്. അതെ ചോദിച്ചത്. ഞാനത് പറഞ്ഞോട്ടെ. പറഞ്ഞോട്ടെ സാറേ, ഒന്ന് പറയട്ടെ. എന്താണ് LDF ഗവൺമെന്റ്? അദ്ദേഹം പറഞ്ഞല്ലോ നെഞ്ച് കൈവച്ച് പറയണം കേരളത്തിന്റെ വികസനമെന്ന്. എന്താണ് LDF ഗവൺമെന്റ് എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് പറയട്ടെ ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി ഈ ഓവർ സ്ട്രെയിൻ എടുക്കേണ്ട കാര്യം ഈ സംസ്ഥാനത്ത് ഒരു വികസന പ്രവർത്തനം നടക്കാത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടല്ല. ഞാൻ ഈ മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. എനിക്ക് എന്റെ MP യെ കാണുന്നതിന് വേണ്ടി ഞാൻ എവിടെയാണ് പോവേണ്ടത്? MP യുടെ ഓഫീസ് അങ്ങ് വ്യക്തമായി പറയണം എവിടെയാണെന്ന്. MP യെ കാണാൻ എങ്ങും പോണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതി. MP നിങ്ങൾ അടുത്ത് വരും. അതാണ് സ്ഥിതി. ബഹുമാനപ്പെട്ട 3 പേരുടെ പ്രതിനിധിയോട് ചോദിക്കുകയാണ്. ഞാനൊരു വ്യാപാരിയുടെ പ്രതിനിധിയാണ്. കഴിഞ്ഞ ഇതിനൊക്കെ ഞാൻ ഇവിടെ വന്ന ഒരു ചോദ്യം ചോദിച്ചാണ്. ടാക്സ് ഇവിടെ വർധന കൂടുകയാണ്. എന്തെങ്കിലും ഒരു പാക്കേജ് നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഏറ്റവും കൂടുതൽ GST വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ സാധാരണക്കാരന് കച്ചവടക്കാരനാണ്. അതുപോലെ തന്നെ തൊഴിൽ കൊടുക്കുന്നത് ഒരു സ്ഥാപനം തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന കച്ചവടക്കാരാണ്. അതിനെന്തെങ്കിലും നിങ്ങൾ ഒരു മറുപടി പറയണം. 1 കിലോ ബീഫ് വീട്ടിലെ ഫ്രിഡ്ജിലിരുന്നാൽ നിങ്ങൾ മണത്ത് കണ്ടുപിടിച്ച് അതിന്റെ മുതലാളി അടിച്ചു കൊല്ലുന്ന നാട്ടില് 300 കിലോഗ്രാം വെടിമരുന്ന് നിറച്ചുകൊണ്ട് ഒരു കാറ് വന്നിട്ട് കണ്ടുപിടിക്കാൻ നരേന്ദ്രമോദിയുടെ ഇന്റലിജൻസിന് കഴിഞ്ഞില്ല. മറുപടി ഉണ്ടോ? ഹൈടെക് സ്കൂളുകൾ എത്തി വികസനം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഹൈടെക് സ്കൂളുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊജക്ടർ എന്ന് പറയുന്നത് ചൈനയുടെ ഏറ്റവും കുറഞ്ഞ ബെൻക്യൂ എന്ന് പറഞ്ഞ പ്രൊജക്ടർ. ഇതിൽ വലിയ റാഫേൽ പോലെ വലിയ അഴിമതി ഉണ്ടോ എന്ന് ഭാവിയിൽ പരിശോധിക്കപ്പെടേണ്ടതാണോന്ന്. നിങ്ങളല്ല ബോഫേഴ്സ് അല്ല. ഞാൻ പറയട്ടെ, നിങ്ങളുടെ പല്ലില് പിന്നെ ഇത് കുത്തി മണപ്പിക്കരുത്. നിങ്ങൾ കാലത്ത് കാണിച്ച അഴിമതി എല്ലാം ഇപ്പോൾ പിന്തുടർന്നു വരുന്ന ധാരണയും നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ അഴിമതി നടത്തുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. എല്ലാം ഓപ്പണായി പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും നല്ല MP ഈ നാട്ടിലെ ആളുകളോടൊപ്പം നിന്ന MP എന്നുള്ള നിലയിൽ സമ്പത്ത് ഏറ്റവും നല്ല ജനപ്രതിനിധിയാണ് എന്ന് കാലം തെളിയിക്കുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഈ ചർച്ച ഇവിടെ പൂർത്തിയാവുകയാണ്. നാളെ മറ്റു മണ്ഡലവുമായി മറ്റു വിശേഷങ്ങളുമായി നമുക്ക് കണ്ടെത്താം. നന്ദി, നമസ്കാരം.